LDF സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ കടത്തനാട്ടിലെ മത്സരം കരുത്തർ തമ്മിലായി. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും സിറ്റിംഗ് MP-യായ കെ മുരളീധരൻ മണ്ഡലത്തിൽ സജീവമാണ്. KK ശൈലജയ്ക്ക് വടകര റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ച ആവേശോജ്വല സ്വീകരണം വലിയ വിജയത്തിന്റെ സൂചനയായാണ് LDF കാണുന്നത്. കടത്തനാട് തിരിച്ചുപിടിക്കാൻ LDF കരുത്തയായ സ്ഥാനാർത്ഥിയെ ഇറക്കിയതോടെ മത്സരം തുല്യശക്തികൾ തമ്മിലായി. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായതും ആദ്യ റോഡ് ഷോയിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ അണിനിരുന്നതും LDFന്റെ ആത്മവിശ്വാസം കൂട്ടി. വടകരയിലെ വലിയ വിജയത്തിന്റെ സൂചനയാണ് തന്നെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ആൾക്കൂട്ടമെന്ന് KK ശൈലജ പറഞ്ഞു. അതെ വലിയ ആവേശത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. LDFിലെ എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, നേതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും വടകരയിൽ ഒരു വമ്പിച്ച വിജയമുണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയാണിത്. അതെ തീർച്ചയായിട്ടും പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. എന്തായാലും നല്ലൊരു വിജയം ജനങ്ങൾ സമ്മാനിക്കുമെന്നാണ് കരുതുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും സിറ്റിംഗ് MP കെ മുരളീധരനും മണ്ഡലത്തിൽ സജീവമാണ്. ആദ്യ മത്സരം മുതൽ കരുത്തരെ നേരിട്ടാണ് ശീലമെന്ന ആത്മവിശ്വാസം മുരളീധരനുണ്ട്. ഞാൻ എപ്പോഴും നേരിട്ടിട്ടുള്ളത് കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ്, എൻ്റെ ആദ്യത്തെ മത്സരം മുതൽ ഇതുവരെ. അതുകൊണ്ട് സ്ഥാനാർത്ഥി ആരാണെങ്കിലും UDFിൻ്റെ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, നല്ല വിജയം ഉണ്ടാകും എന്ന് UDFന് 100% ഉറപ്പുണ്ട്. ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴുള്ള സ്നേഹം KK ശൈലജയോട് ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെന്നും അത് വോട്ടാവുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് LDF. എന്നാൽ ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ണിൽ ഇത്തവണയും മതനിരപേക്ഷതയ്ക്ക് വോട്ട് ചോദിച്ച് വിജയിക്കാമെന്ന് UDFും കരുതുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.